വെൽക്കം ടു ലൈറ്റ് ഓഫ് ലൈഫ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്പേഴ്സ്, ലെസൺ 1 നമ്പേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഈ ഒരു ലെസണിൽ നമ്പർ സിസ്റ്റം എന്താണ്, അതുപോലെ വേരിയസ് നമ്പർ സിസ്റ്റംസ് ഏതൊക്കെയാണ്, ഇതാണ് ഈ ഒരു ലെസണിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ മാത്തമാറ്റിക്സിൻ്റെ ബേസിക് യൂണിറ്റാണ് നമ്പേഴ്സ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. കൗണ്ടിങ്ങിന്, കാൽക്കുലേറ്റിംഗ്, അതുപോലെ കമ്പയറിങ്, ലാബിലിംഗ്, മെഷറിങ്, ഇങ്ങനെ ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ നമ്പേഴ്സ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഈ നമ്പേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഈ നമ്പേഴ്സിന് ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡ് ഡെവലപ്പ് ചെയ്തെടുത്തു. അതാണ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡ് ഡെവലപ്പ് ചെയ്തെടുത്തു, അതാണ് നമ്പർ സിസ്റ്റം. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് എന്താണ് നമ്പർ സിസ്റ്റം. നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കൊടുത്തിട്ടുണ്ട്. നമ്പർ സിസ്റ്റം ആർ ദ വേസ് ഓഫ് റെപ്രസെൻറ്റിങ് നമ്പേഴ്സ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. അതായത് നമ്പേഴ്സിനെ നമുക്ക് ഡിഫറെൻറ്റ് ഫോമിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, അതാണ് നമ്പർ സിസ്റ്റത്തിൽ പറയുന്നത്. അപ്പോൾ ഓരോ നമ്പർ സിസ്റ്റം, ഡിഫറെൻറ്റ് നമ്പർ സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ ഓരോ നമ്പർ സിസ്റ്റത്തിനും എന്തുണ്ടായിരിക്കും, ഒരു ഡെഫിനിറ്റ് സെറ്റ് ഓഫ് ഡിജിറ്റ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓരോ നമ്പർ നമുക്ക് അതിൽ നിന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ഡെഫിനിറ്റ് സെറ്റ് ഓഫ് ഡിജിറ്റ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിനൊരു ബേസ് ഉണ്ടായിരിക്കും. ആ നമ്പർ സിസ്റ്റത്തിന് ഒരു ബേസ് ഉണ്ടായിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നമ്മുടെ നമ്പർ സിസ്റ്റത്തിൻ്റെ ഡിജിറ്റ് സെറ്റ് 0, 1, 2, 3, 4 ഇതാണ് ഒരു എക്സാമ്പിളാണ് കേട്ടോ നമ്മുടെ നമ്പർ സിസ്റ്റത്തിൻ്റെ ഡിജിറ്റ് സെറ്റ് 0 to 4 വരെയുള്ള ഡിജിറ്റ്സ്. അപ്പോൾ എത്രയാണ് അതിൻ്റെ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? അതിൽ 5 ഡിജിറ്റ്സ് ആണുള്ളത്. 0 to 4 വരെ വരുമ്പോൾ 5 ഡിജിറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഡിജിറ്റ് സെറ്റിൽ എത്ര ഡിജിറ്റ്സ് ആണുള്ളത് അതാണ് അതിൻ്റെ ബേസ്. അപ്പോൾ ഈ ഡിജിറ്റ് സെറ്റിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 5 ഡിജിറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. 5 ആണ് ഇതിൻ്റെ ബേസ് വരുന്നത്. അപ്പോൾ ക്ലിയർ ആയോ? ഇതാണ് നമ്പർ സിസ്റ്റം. നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡിജിറ്റ് സെറ്റ് തരും. ആ ഡിജിറ്റ് സെറ്റിൽ ഉള്ള ഡിജിറ്റ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്പേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ഫോം റെപ്രസെൻ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ ആ ഡിജിറ്റ് സെറ്റിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ടോ അതാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഏതൊക്കെ നമ്പർ സിസ്റ്റംസ് ആണ് ഉള്ളതെന്ന് നോക്കാം. ഡെസിമൽ, ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ, ഇതാണ് നമ്മുടെ നമ്പർ സിസ്റ്റം വരുന്നത്. ഡെസിമൽ എന്ന് പറയുമ്പോൾ അതിന് എത്ര ഡിജിറ്റ്സ് ഉണ്ട്, അതിൻ്റെ ബേസ് എത്രയാണ്? 10. ബൈനറി എന്ന് പറഞ്ഞാൽ 2. ഒക്ടൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസ് 8. ഹെക്സാഡെസിമൽ 16. ഇനിയിപ്പോൾ ഒരു കാര്യം കൂടെ പറയാം. നമ്മളിപ്പോൾ ഈ എക്സാമ്പിൾ പറഞ്ഞല്ലോ 0 to 4 വരെയുള്ള നമ്മുടെ ഡിജിറ്റ് സെറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് നമ്പേഴ്സ് ഫോം ചെയ്യുക? ഇപ്പോൾ നമുക്ക് 1 എടുത്തു, 2 എടുത്തു, 4 എടുത്തു. അപ്പോൾ എന്തായി? 124. ഇതൊരു നമ്പറാണ് കണ്ടോ, ഒരു നമ്പറിൻ്റെ ഒരു ഫോം കിട്ടി. ഇനി നമുക്ക് ഇതിൽ നിന്ന് 3, 2, 1. അപ്പോൾ ഇത് അടുത്തൊരു നമ്പറാണ് കണ്ടോ. ഇങ്ങനെ നമുക്ക് ഈ ഡിജിറ്റ് സെറ്റിലുള്ള ഡിജിറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് നമ്പേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് നമ്പർ സിസ്റ്റം. നമുക്ക് ഇത് ഓരോന്നും ഡെസിമൽ, ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഡെസിമൽ നമ്പർ സിസ്റ്റം. എന്താണ് ഡെസിമൽ നമ്പർ സിസ്റ്റം? അതായത് ഈ ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ഡിജിറ്റ് സെറ്റിൽ 0 to 9 വരെയുള്ള ഡിജിറ്റ്സ് ആണുള്ളത്. അപ്പോൾ ഈ 0 to 9 വരെ എന്ന് പറയുമ്പോൾ എത്ര ഡിജിറ്റ്സ് ഉണ്ടായിരിക്കും? 10 ഡിജിറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ 10 ഡിജിറ്റ്സ് ആണ് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലുള്ളത്. അതിൻ്റെ ഡിജിറ്റ് സെറ്റിൽ 0 to 9. അപ്പോൾ ഇതിൻ്റെ ബേസ് എന്തായിരിക്കും? ബേസ് എന്ന് പറയുന്നത് 10 ആയിരിക്കും. നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നൊരു നമ്പർ സിസ്റ്റം ആണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. നമ്മളത്ര ബോധേഡ് അല്ല ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ് നമ്മൾ യൂസ് ചെയ്യണേ എന്നുള്ളത്. ഇപ്പോൾ 7 into 5 കണ്ടോ, ഈ 7 എന്ന് പറയുന്നത് 7 into 5 എത്രയാണ്? 35. അപ്പോൾ ശരിക്കും ഒരു നമ്പർ ഫോം ചെയ്തു. ഈ 7 എന്ന് പറയുന്നത് 5 എന്ന് പറയുന്നതൊക്കെ ഈ ഒരു നമ്പർ സിസ്റ്റത്തിൻ്റെ ഡിജിറ്റ് സെറ്റിലുള്ളതാണ്. 35 എന്ന് പറയുമ്പോൾ 3ഉം ഇതിൻ്റെ ഡിജിറ്റ് സെറ്റിലുണ്ട്, 5ഉം ഇതിൻ്റെ ഡിജിറ്റ് സെറ്റിലുണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു നമ്പർ സിസ്റ്റം ആണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. ഈ ഡെസിമൽ നമ്പർ സിസ്റ്റം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന, അതായത് ഇപ്പോൾ ഈ 35 എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതാം. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ബേസും ചേർത്ത് എഴുതാം. 35
എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് 10 കൊടുക്കാം. അപ്പം ഇത് ഡെസിമൽ നമ്പറാന്ന് മീൻ ചെയ്യും. പക്ഷെ നമ്മൾ ഇങ്ങനെ അതിൻ്റെ ബേസ് കൊടുത്തില്ലെങ്കിലും ഇത് എന്ത് തന്നെയാണ്, ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്, ഡെസിമൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഡീഫോൾട്ടായിട്ട് അത് ഡെസിമൽ നമ്പേഴ്സ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിൻ്റെ ബേസ് എഴുതിയില്ലെങ്കിലും നമുക്ക് എന്തെന്ന് മീൻ ചെയ്യുന്നത്, അത് ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. അപ്പോൾ ബേസ് കൊടുക്കാത്തൊരു നമ്പറാണ് കാണുന്നതിന് അത് എന്താണ്, ഡെസിമൽ നമ്പറാണ്. അപ്പോൾ ഓക്കെ, ഇതാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. ഇനി നെക്സ്റ്റ് ബൈനറി നമ്പർ സിസ്റ്റം. ബൈനറി, ബൈ എന്ന് പറയുമ്പോൾ എന്താണ്, BI, ബൈ 2. അപ്പോൾ 2 ടൈപ്സ് ഓഫ് ഡിജിറ്റ്സ് ആണ് ഈ ഒരു നമ്പർ സിസ്റ്റത്തിലുള്ളത്. 2 ടൈപ്പ് ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡിജിറ്റ് സെറ്റിൽ 0യും 1ഉം ആണ് വരുന്നത്. അപ്പോൾ 0യും 1ഉം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിന് നമ്പേഴ്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ 0യും 1ഉം യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇതിൽ 0യും 1ആണ്. ഇതൊരു ബൈനറി നമ്പറാണ്. അതിൻ്റെ ബേസ് 2 എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത് മീൻ ചെയ്യുന്നത് എന്താണ്, ഇതൊരു ബൈനറി നമ്പറാണ്, ബേസ് 2. അപ്പോൾ ഈ ഒരു നമ്പർ സിസ്റ്റം, ബൈനറി നമ്പർ സിസ്റ്റം, ഏകദേശം കമ്പ്യൂട്ടർ ഇൻവെൻറ്റ് ചെയ്ത ആ ടൈമിൽ തന്നെ ഇതിൻ്റെ കോൺസെപ്റ്റ് വന്നിട്ടുണ്ട്. അതായത് ഇത് കമ്പ്യൂട്ടറിലാണ് മെയിനായിട്ടും യൂസ് ചെയ്യുന്ന ബൈനറി നമ്പർ സിസ്റ്റം. ഇത് ഡെവലപ്പ് ചെയ്തെടുത്തത് ജോൺ വോൺ ന്യൂമാൻ ആണ്. നെക്സ്റ്റ് നമ്പർ സിസ്റ്റമാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ഡിജിറ്റ് സെറ്റ് എന്ന് പറയുന്നത് 0 to 7 ആണ്. ഡിജിറ്റ് സെറ്റിലെ ഡിജിറ്റ്സ് 0 to 7 എന്ന് വെച്ചാൽ എന്താണ്, 0 to 7 എന്ന് പറയുമ്പോൾ എത്ര ഡിജിറ്റ്സ് ഉണ്ട്, 8. അപ്പം അതിൻ്റെ ബേസ്, ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 8 ആണ്. ഇത് അഡ്രസ് രജിസ്റ്റർ, കമ്പ്യൂട്ടറിൽ തന്നെ യൂസ് ചെയ്യുന്നതാണ്. അഡ്രസ് രജിസ്റ്റർ അതുപോലെ കൗണ്ടേഴ്സിനൊക്കെയാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ റൈറ്റ് ചെയ്ത ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നുണ്ടോ, 3052. ഈ 3052 ഈ നമ്പേഴ്സ് ഡിജിറ്റ്സ് ഒക്കെ ഏതിലുണ്ട്, ഈ ഒരു ഡിജിറ്റ് സെറ്റിലുണ്ട്. ഇവിടെ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ 8ഉം 9ഉം ഇല്ല. 8ഉം 9ഉം കൂടി വരാണെങ്കിൽ അത് ഏത് നമ്പർ സിസ്റ്റമായി, ഡെസിമൽ നമ്പർ സിസ്റ്റമായി. അപ്പോൾ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിന് 0 to 7 അതിൻ്റെ ബേസ് 8 ആണ്. ഇങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നത്. അപ്പോൾ ബേസ് 8 കൊടുത്തു. ഇതാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. നെക്സ്റ്റ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന് ഹെക്സ എന്ന് പറയുമ്പോൾ എന്താണ് മീൻ ചെയ്യുന്നത്, 6. ഡെസിമൽ എന്ന് പറയുമ്പോൾ 10. ഡെസിമൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. 10 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡിജിറ്റ് സെറ്റിൽ 10 ഉണ്ടായിരിക്കും, 10 ഡിജിറ്റ്സ് ഉണ്ടായിരിക്കും, 0 to 9. അപ്പം നമ്മുടെ ഈ ഒരു ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 6 ഹെക്സ 6 പ്ലസ് ഡെസിമൽ 10 ചേർത്ത് 16 ഡിജിറ്റ്സ് ആണ് അതിൻ്റെ ഡിജിറ്റ് സെറ്റിൽ വരുന്നത്. 16 ഡിജിറ്റ്സ് ആണ് ഇതിൻ്റെ ഡിജിറ്റ് സെറ്റിൽ വരുന്നത്. ഈ 16 ഡിജിറ്റ്സിൽ ഫസ്റ്റ് 10 ഡിജിറ്റ്സ് എന്ന് പറഞ്ഞ് 0 to 9 വരെയാണ്. നെക്സ്റ്റ് 6 ഡിജിറ്റ്സ് എന്ന് പറയുന്നത് ന്യൂമറിക് അല്ല, അതെന്താണ്, ആൽഫബറ്റാണ്. 10 to 15 വരെ വരുന്നത് നമ്പേഴ്സിന് വരുന്നത് ആൽഫബറ്റാണ്. 10, 11, 12, 13, 14, 15 ഇത് വരുന്നത് 10 to 15 എന്നുള്ള നമ്പേഴ്സിന് വരുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ആൽഫബറ്റ്സ് ആണ്. അപ്പോൾ A to F വരെയുള്ളത് മനസ്സിലായി. അപ്പോൾ A എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെന്ന് മീൻ ചെയ്യണം, 10 ആണ്. B എന്ന് വെച്ചാൽ അതിൻ്റെ വാല്യൂ 11 ആണ്. C 12, D 13, E 14, F 15. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നമ്പർ സിസ്റ്റത്തിൽ വരുന്നത്. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 0 to 9 വരെ ഡിജിറ്റ്സും ന്യൂമറിക്കും A to F വരെ ആൽഫബറ്റ്സും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിജിറ്റ് സെറ്റിന് ആൽഫ ന്യൂമറിക് ഡിജിറ്റ്സ് എന്നും പറയും. ഹെക്സാഡെസിമൽ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത് എന്താണ്, ആൽഫ ന്യൂമറിക് ഡിജിറ്റ്സ് ആണ്. നമ്മൾ ഡെസിമൽ, ബൈനറി, ഒക്ടൽ ഏതാണ്, ന്യൂമറിക് ഡിജിറ്റ് സെറ്റ് ആയിരുന്നു. പക്ഷേ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ആൽഫ ന്യൂമറിക് ഡിജിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ നമ്പർ സിസ്റ്റത്തിൽ ഡിജിറ്റ് സെറ്റിൽ വരുന്നത്. അപ്പോൾ നോക്കി എക്സാമ്പിൾ നോക്കിയേ, A 4, D 3, C ബേസ് 16 കൊടുത്തു. അപ്പോൾ ഇതൊരു ഹെക്സാഡെസിമൽ നമ്പറാണ്. A എന്ന് പറയുമ്പോൾ എന്താണ്, അതിൻ്റെ വാല്യൂ 10. 4, D എന്ന് പറയുമ്പോൾ അതെന്താണ്, D എന്ന് പറയുമ്പോൾ 13, C പിന്നെ 3, പിന്നെ C എന്ന് പറയുമ്പോൾ എത്രയാണ്, 12.
മനസ്സിലായോ? ഇങ്ങനെയാണ് മീൻ ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പോൾ ഈ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എവിടെയാണ് യൂസ് ചെയ്യുന്നത്? കമ്പ്യൂട്ടറിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതാണ് എന്ത് ഈ ചാപ്റ്റർ 1 നമ്പേഴ്സിലെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് നമ്പർ സിസ്റ്റം, ആ നമ്പർ സിസ്റ്റം ഏതൊക്കെ ടൈപ്പ് നമ്പർ സിസ്റ്റംസ് ആണുള്ളത് എന്നുള്ളത്. താങ്ക് യു.